ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കൽക്കൽ. കൽക്കൽ നമ്മളെല്ലാവരും ക്രിസ്മസിന് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മൈദ, ഒരു മുട്ട, 4 to 5 ഡ്രോപ്സ് ആൽമണ്ട് എസൻസ്, നിങ്ങൾക്ക് വനീല വേണേലും ഉപയോഗിക്കാം, ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്. നിങ്ങൾ മുട്ട ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാം, 1 ടീസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ഗീ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഗീ ആണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഡൗ ഉണ്ടാക്കാം. ഈ മൈദ മാവിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പിട്ടു, അറൗണ്ട് 5 ഡ്രോപ്സ് എസൻസ് ഇട്ടു, 1 ടീസ്പൂൺ ഗീ ഇട്ടു. ഇതിൻ്റെ നടുക്ക് ഞാനൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു മുട്ട ഇട്ടു. ഇനി നമുക്കിതിൻ്റെ ഡൗ ഉണ്ടാക്കാം. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഉപയോഗിക്കാം, പക്ഷേ ഞാൻ എപ്പോഴും വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്, നോർമൽ ടാപ്പ് വാട്ടർ. വെള്ളം ഒന്നിച്ചൊത്തിരി ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ടേ ഇരിക്കണം. നമ്മുടെ ഡൗ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് ഇപ്പം പറയാം ഞാൻ. നിങ്ങൾ ഒരു ഫോർക്ക് എടുക്കുക, അതിൽ ഇതിൽ നിന്നൊരു ചെറിയ ബോൾ എടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഉരുട്ടുക. ഈ ബോൾ ഈ ഫോർക്കിൻ്റെ പുറകുവശത്തായിട്ട് ഇങ്ങനെ വയ്ക്കുക, പരത്തിയെടുക്കുക. ഇത് അതിനുശേഷം ഈ വശത്തുനിന്ന് ചെറുതായിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരികയാണ്, ഇത് പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ വെള്ളം ഇച്ചിരി കൂടുതലാണെന്നാണ്. അപ്പം നമുക്കൊരു സ്വല്പം മൈദയും കൂടെ കൂടുതൽ ചേർത്തിട്ട് പിന്നെയും കുഴയ്ക്കാം. ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പം നമുക്കിതൊരു 5 മിനിറ്റ് ഇതിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് വരാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മൈദ മാവിൽ നിന്നും കുറച്ചെടുത്ത് ചെറിയ ബോൾസ് ഉണ്ടാക്കണം. എല്ലാ ബോൾസിൻ്റെയും ഷേപ്പ് ഒരുപോലെ ഇരിക്കണം, അതായത് സൈസ് ഒരുപോലെ ഇരിക്കണം. നിങ്ങൾ ഈ കൽക്കൽ ഉണ്ടാക്കുമ്പം വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ ഓരോ ഫോർക്ക് കൊടുക്കുക, അവരുടെ ഹെൽപ്പ് എടുക്കുക. അല്ലെങ്കിൽ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ഇതിന് ഒത്തിരി സമയമെടുക്കും. ഒരെണ്ണം ഞാൻ ഉണ്ടാക്കുന്നു. ഫോർക്കിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കുക, സ്വല്പം ഒന്ന് പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അവസാനം ആ ഫോർക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, കാരണം അന്നേരം അത് വെളിയിൽ വരത്തില്ല. എന്നിട്ട് ഇത് വെക്കേണ്ടത് സ്വല്പം മൈദ വെതറിയ ഒരു പാത്രത്തിൻ്റെ അകത്ത്. ഇനി ഇത് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ കൽക്കലിന് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഇത് ഞാൻ ഉരുട്ടി കൊടുത്തു, എൻ്റെ ഹസ്ബൻഡ് ഇതിന് ഷേപ്പ് കൊടുത്തു. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഞാനൊരു പാൻ വെച്ചു, അതിൽ ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓയിൽ നമുക്ക് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായെന്ന് തോന്നുന്നു, ഒരെണ്ണം നമുക്കിട്ട് നോക്കാം. ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ടുണ്ടാക്കാം. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുന്നു, അല്ലെങ്കിൽ ഈ കൽക്കലിൻ്റെ ഉള്ള് വേഗത്തില്ല. ആയിട്ടില്ല, കുറച്ച് സമയം കൂടെ എടുക്കും.
നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഈ ടിഷ്യൂ വെച്ച ഈ പ്ലേറ്റിലേക്ക് ഞാൻ ഇതിടുന്നു. ഈ ഒച്ച കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് നൈസ് ആൻഡ് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ വയൽ ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് നമുക്കുണ്ടാക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഷുഗറാണ്. നിങ്ങൾക്ക് അധികം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ 75 ഗ്രാം എടുത്താലും മതി. ഗ്യാസ് ഓൺ ചെയ്തു. ഇതിലേക്ക് ഞാനൊരു 100 ml വെള്ളം ഒഴിച്ചു. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നു. നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഐസിങ്ങിനുള്ള ഷുഗർ സിറപ്പും തയ്യാറാകും. നമ്മുടെ സെക്കൻഡ് ബാച്ചും ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഈ പാത്രത്തിലേക്ക് കൽക്കലെടുക്കുന്നു. നമ്മുടെ ഷുഗർ ആയിക്കൊണ്ടിരിക്കുന്നു, ആയിട്ടില്ല. നിങ്ങൾക്ക് ഈ മൾട്ടി ടാസ്കിങ് ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഐസിങ്ങിനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. സ്വല്പ സമയം കൂടി എടുക്കും. ഞാൻ ഹൈ ഫ്ലെയിമിലേക്കാക്കി. ഇതായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഗ്യാസ് ഓണിൽ ഇതൊരിക്കലും ഈ കൽക്കൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൽക്കലിനുള്ള ഡൗ ഉണ്ടാക്കുമ്പം ഷുഗർ ആ കൂടെ ഇടാം. പക്ഷെ അതിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഷുഗറെല്ലാം ക്രിസ്റ്റലൈസ് ചെയ്ത് ഈ കൽക്കലിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കൽക്കൽ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതുണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ ബ്രദറിലോ നൈജീലിൻ്റെ കയ്യിൽ നിന്നാണ്. ഈ റെസിപ്പിയും നൈജീലിൻ്റെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഷുഗർ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തവരുണ്ടെങ്കിൽ കുറച്ച് ഐസിങ്ങിന് മുമ്പായിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.